ഹലോ ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ നമ്മൾ ഈ ഫുട്ബോൾ 2026 വന്നിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റൊക്കെ ആയിരുന്നു ഒരു ദിവസത്തോളം. അപ്പോൾ അപ്പോൾ നമ്മളെ ചാനലിലെ ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ എല്ലാ മച്ചന്മാരും മാക്സിമം സപ്പോർട്ട് ചെയ്ത് കൂടുക. അപ്പോൾ നമുക്ക് 20 MB ഒരു ഡൗൺലോഡ് ചെയ്യാനായിട്ടുണ്ട്. എന്നിട്ട് നേരെ നമ്മൾ ഗെയിമിലോട്ട് ഓപ്പൺ ആവാം. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ 50 കോയിൻസ് ഡെയിലി ഗെയിമിൽ എന്തായാലും കിട്ടുന്നുണ്ട്. പിന്നെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു 50 കോയിൻ, ടോട്ടൽ 150 കോയിൻസ് നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നുണ്ട്. പിന്നെ ഒരു ജെയ്സി, പിന്നെ ഇന്ത്യൻ്റെ കറക്കാനുള്ളത് ജോസെ മോറിനൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ എല്ലാവരും ആദ്യമായിട്ടാണ് ഈ അക്കൗണ്ട് കാണുന്നതുണ്ടെങ്കിൽ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ഫുള്ള് ഷെയർ ചെയ്തിട്ട് അതായത് പവർ കാണിക്കട്ടോ. അപ്പോൾ നമ്മൾ പുതിയതായിട്ട് ഇങ്ങനെ വരുന്നേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ചെറിയ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടാകും, എല്ലാവരും ക്ഷമിക്കുക. അപ്പോൾ മെയിനായിട്ട് നമ്മൾ പ്ലേയേഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ തന്നെ നമ്മൾ ഇപ്പോൾ 2026 ഗെയിം പ്ലേ ചേഞ്ചസിൻ്റെ കാര്യങ്ങളെ കുറിച്ചിട്ട് നമുക്ക് പറയാം. അപ്പോൾ ഇതാ മെസ്സിയുടെ ഒരു ഷോർട്ട് ടൈം കാർഡ് വന്നിട്ടുണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ ഒരു സമ്മർ ട്രാൻസ്ഫറിന് പറഞ്ഞിട്ട് ഒരു എന്താ പറയുക, കുറച്ച് പ്ലേയേഴ്സ് വന്നിട്ടുള്ള ഒരു 8 പ്ലേയേഴ്സ് വന്നിട്ടുണ്ട് സമ്മർ ട്രാൻസ്ഫറിൽ. അതിൽ ജോസൊക്കെ ഉണ്ട്, വാൽമാൻ, പിന്നെ ഡെബ്രൂയിൻ, നെപ്പോളിയൻ്റെ കാർഡാണ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യൻ ടീമിൻ്റെ അത്, പിന്നെ ഇസ്കോൻ്റെ ഒരു ഫ്രീ ട്രൈ, അത് നമ്മളെന്തോ ഒബ്ജക്റ്റീവ് കംപ്ലീറ്റ് ആക്കണം. അപ്പോൾ എന്താ കിട്ടും തോന്നുന്നു. പിന്നെ ഇതും ഒബ്ജക്റ്റീവ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ 4 പ്ലേയേഴ്സിനെ കിട്ടും. പിന്നെ നോമിനി കോൺട്രാക്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ആ നോമിനി കോൺട്രാക്റ്റിലേക്ക് ബെസ്റ്റ് ആയിട്ട് നമ്മൾ സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് ഇടാൻ പറയുന്നത്. എന്താ വെച്ചാൽ നമ്മൾ ഇടാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്, അതുകൊണ്ട് ഉള്ള പ്രശ്നം കൊണ്ടൊക്കെയാണ് അങ്ങനൊന്നും കാണിക്കാത്തത്. പിന്നെ പാക്സ് നോക്കുകയാണെങ്കിൽ ലിയോ മെസ്സിൻ്റെ പാക്സ് വരുന്ന പറഞ്ഞാൽ അതേപോലെ വന്നിട്ടുണ്ട്. പിന്നെ നെയ്മറിൻ്റെതൊക്കെ വരുന്നു പറയുന്നത്, അത് വന്നിട്ടില്ല എന്നാണ് തോന്നുന്നത്. മെസ്സിൻ്റെത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്റ്റാറ്റസ് തന്നെ അവർ കൊടുത്തിട്ടുള്ളത്. യമാലിൻ്റെതും കൂടി വന്നിട്ടൊക്കെ ഉണ്ടെന്ന് പറഞ്ഞത്. യമാലിൻ്റെ വന്നിട്ടുണ്ട് ഗൈസ്, യമാലിൻ്റെതൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ യമാലിൻ്റെ എല്ലാത്തിനും 1800 കോയിൻസ് കൊടുത്താലാണ് എല്ലാതും സെറ്റാവുള്ളൂ. പാക്സ് ഒക്കെ നമുക്ക് ഒരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം. ബെസ്റ്റ് പാക്ക് എന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വിടും. വേറെ വലുതായിട്ട് പാക്സിൽ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇതൊക്കെ ഫുള്ള് മാനേജറിൻ്റെ കാര്യങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഫുള്ളായി ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ എല്ലാവരും വീണ്ടും ഞാൻ പറയുകയാണ്, നമ്മളെ ചാനൽ സപ്പോർട്ട് ചെയ്ത് നമ്മളെ കൂടെ പുതുതായിട്ട് വരുന്ന ഒരാളാണ്. അപ്പോൾ എല്ലാ വ്യാഴാഴ്ചയും നമ്മൾ ഇതുണ്ടാവും. എന്ന് വെച്ചാൽ ഓരോ മെയിൻ്റനൻസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വൈകുന്നേരം ഈവനിങ് നൈറ്റൊക്കെ ആവും നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുക ഓരോ മെയിൻ്റനൻസ്. എന്ന് വെച്ചാൽ നമുക്ക് ക്ലാസ് കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ടാണ്. പിന്നെ നോക്കുകയാണെങ്കിൽ ഇതാ നമ്മൾ സ്റ്റേഡ് സെറ്റ് ചെയ്യില്ല, അപ്പോൾ അതിൻ്റെയൊക്കെ ചെറിയ ഇഷ്യൂ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യുക. നമുക്ക് ഈ സൺഡേസൊക്കെ നമ്മൾ ലൈവ് വരുന്നതിന് രാവിലെയൊക്കെ സൺഡേ ലൈവൊക്കെ നമുക്ക് ഇടാൻ പരമാവധി ശ്രമിക്കാം. മെയിനായിട്ട് പറയാം, എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പിന്നെ ആ ബെല്ലേകളൊന്ന് പൊട്ടിക്കുക. അല്ലെങ്കിൽ മാക്സിമം ഷെയർ ചെയ്ത് ഷെയർ ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ പുതുതായിട്ട് വന്നത്, അപ്പോൾ നമ്മളെ സ്ക്വാഡ് ഇതാണ്. അപ്പോൾ ഈ റൊണാൾഡോൻ്റെ PP ആണെന്നുണ്ടെങ്കിലൊക്കെ കമൻറ്റ് ബോക്സിൽ പറയാം. അപ്പോൾ നമ്മൾ PP ഒക്കെ അയച്ചു തരുന്നതാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ്. അപ്പോൾ എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇനി നമുക്ക് ഈ ഫുട്ബോൾ പോയിൻറ്റ്സ് കാര്യങ്ങളൊക്കെ എന്തൊക്കെയുണ്ട് നോക്കാം. ഈ ഫുട്ബോൾ പോയിൻറ്റ്സിൽ വലുതായിട്ടൊന്നും വന്നിട്ടില്ല എന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത്.